ബി.ജെ.പിയിലേക്കുള്ള ചുവടുമാറ്റത്തിന്റെ വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എത്തുന്നത്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് നാടും നഗരവുമെല്ലാം. ഇതിനിടയിലാണ് ബി.ജെ.പിയിലേക്ക്, അതായത് എൻ.ഡി.എയിലേക്ക് പല കോൺഗ്രസ് നേതാക്കളും ചുവടുമാറ്റുന്നു എന്ന വാർത്തകൾ എത്തുന്നത്. രാഹുലിന്റെ ഒപ്പം നിൽക്കുന്ന ഡി.സി.സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരാണ് ശരിക്കും ഇപ്പോൾ ബി.ജെ.പിയിലേക്ക്, എൻ.ഡി.എയിലേക്ക് മാറിയിരിക്കുന്നത്. ഇത് ചെറിയ നടുക്കമൊന്നുമല്ല കോൺഗ്രസിന് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഇത് വലിയൊരു അനുകൂല തരംഗമാണ് ബി.ജെ.പിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. വന്യജീവി മൃഗപ്രശ്നം പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രിയുടെയും ബി.ജെ.പിയുടെയും പ്രവർത്തനത്തിൽ ആകൃഷ്ടയായി സി.പി.എം പ്രവർത്തകയും മുൻ അംഗനവാടി ടീച്ചറുമായ നബീസ ബി.ജെ.പിയിൽ ചേർന്ന വാർത്ത വലിയ കോളിളക്കമാണ് ഉണ്ടാക്കിയത്. പിന്നാലെ വയനാട് ഡി.സി.സി ജനറൽ സെക്രട്ടറി പി.എം സുധാകരൻ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേർന്നു എന്ന വാർത്തയും കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. ഡി.സി.സി ജനറൽ സെക്രട്ടറിയായ തനിക്ക് പോലും കാണാൻ കിട്ടാത്ത ജനപ്രതിനിധിയാണ് രാഹുൽ ഗാന്ധിയെന്നും അപ്പോൾ സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്നുമാണ് സുധാകരൻ ചോദിച്ചത്. 5 വർഷക്കാലം ജനങ്ങളെ വഞ്ചിച്ച രാഹുലിന് ഇനിയും അവസരം കൊടുത്താൽ വയനാട് നശിച്ചു പോകും. അമേഠിയിൽ മത്സരിക്കില്ലെന്ന് വയനാടുകാർക്ക് ഉറപ്പ് നൽകാൻ രാഹുൽ തയ്യാറുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചിരുന്നു. രാജിവെച്ച കോൺഗ്രസ് നേതാവ് തജീന്ദർ സിംഗും ബിട്ടു ബി.ജെ.പിയിൽ ചേർന്നു എന്നും വാർത്തകളുണ്ട്. രാജി പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു അദ്ദേഹത്തിന്റെ ബി.ജെ.പി പ്രവേശനം. ഇതോടെ വലിയ പ്രതിരോധത്തിലാണ് കോൺഗ്രസ്. ഡൽഹിയിലെ ബി.ജെ.പി ആസ്ഥാനത്തെത്തിയായിരുന്നു അദ്ദേഹം പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ബിട്ടുവിനെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുകയായിരുന്നു. ബി.ജെ.പി ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെയും മറ്റു മുതിർന്ന നേതാക്കളും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. രാജിവെച്ചതിന് പിന്നാലെ ബിട്ടു ബി.ജെ.പിയിൽ ചേരുമെന്ന തരത്തിൽ സൂചനകൾ പുറത്തുവന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഔദ്യോഗിക അംഗത്വം സ്വീകരിച്ചത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ കോൺഗ്രസ് നേതൃത്വവുമായി ബിട്ടുവിന് അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്നു. ഹിമാചൽ പ്രദേശിൽ എ.ഐ.സി.സിയുടെ ചുമതലയുണ്ടായിരുന്ന നേതാവായിരുന്നു അദ്ദേഹം. പിന്നീടെത്തിയ വാർത്ത കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മുൻ ജില്ലാധ്യക്ഷനും യു.ഡി.എഫ് ചെയർമാനുമായിരുന്ന സജി മഞ്ഞക്കടമ്പിൽ എൻ.ഡി.എയിലേക്ക് എന്ന വാർത്തയാണ്. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്ന പേരിൽ പുതിയ പാർട്ടി രൂപീകരിച്ചാണ് അദ്ദേഹം എൻ.ഡി.എയിൽ ചേർന്നത്. കോട്ടയം ജില്ലാ യു.ഡി.എഫ് ചെയർമാൻ സ്ഥാനം രാജിവെച്ച സജി മഞ്ഞക്കടമ്പിൽ എൻ.ഡി.എ മുന്നണിയുടെ ഭാഗമാകും. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. യു.ഡി.എഫിലേക്ക് തിരിച്ചുപോകില്ലെന്നും ഭാവികാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കുമെന്നുമായിരുന്നു നേരത്തെ സജി പറഞ്ഞിരുന്നത്. എൻ.ഡി.എയിലേക്ക് പോകുന്ന കാര്യം യോഗത്തിന് ശേഷം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയായിരുന്നു. തിരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ മുന്നണിയുടെ ജില്ലാ ചെയർമാന്റെ രാജിയിൽ നടുങ്ങിപ്പോയ കോൺഗ്രസ് പ്രശ്നം തീർക്കാൻ ശ്രമിച്ചെങ്കിലും വഴങ്ങാൻ സജി തയ്യാറായിട്ടില്ല. മോൻസ് ജോസഫുമായി സഹകരിച്ച് മുന്നോട്ടു പോകാനാകില്ലെന്ന് സജി നിലപാടെടുത്തതോടെയാണ് ചർച്ചകൾ വഴിമുട്ടിയത്. പി.ജെ ജോസഫിനോട് ഫോണിൽ പോലും സംസാരിക്കാനും സജി തയ്യാറാകാതെ വന്നതോടെ കോൺഗ്രസ് നേതൃത്വവും ഒത്തുതീർപ്പ് നീക്കങ്ങളിൽ നിന്ന് തൽക്കാലത്തേക്ക് പിന്മാറി.